അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റിയാദുസ് സ്വാലിഹീൻ 51-ാമത്തെ ബാബ്. ബാബുർ റജാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ ആഗ്രഹിക്കൽ. അതിനെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകൾ ഞങ്ങൾ വിശദീകരിച്ചിട്ടായിട്ട്. ഇന്നിപ്പോൾ 426-ാമത്തെ ഹദീസ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കൊണ്ടത് മനുഷ്യന്മാരായ ഞങ്ങൾ അള്ളാഹുക്ക് വീടേണ്ട ഹക്കുകളുണ്ട്, അത് ഞങ്ങൾ വീടണം. അള്ളാഹു തആല അടിമകളായ ഞങ്ങളൊട്ടുക അള്ളാഹു വീടേണ്ട ഹക്കുകളുണ്ട്, അത് അള്ളാഹുവും വീട്ടണം. എന്തായിട്ട് ഞങ്ങൾ അള്ളാഹുക്ക് കൊടുക്കേണ്ട ഹക്കുകൾ? അപ്പൊ അള്ളാഹു തആല ഞങ്ങൾക്ക് തണ്ടത് എന്തിര്? ഇതായിട്ട് ഇതിൻ്റെ ഹദീസിൽ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചമ്മവട്ട മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പല ഇങ്ങനത്തെ പോലത്തെ വിഷയങ്ങളെല്ലാം ചൊന്നു. അപ്പൊ ആ കൂട്ടത്തിൽപ്പെട്ട സ്വഹാബിയായിട്ട് മുആദ് ഇബ്നു ജബൽ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വിളിച്ച് നബി തങ്ങൾ ചൊല്ല. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പിറവത്തെ തെച്ചിട്ടിരുത്ത്. ഒരു ബൈക്കിൽ പോകുമ്പോഴത്തെ എതിരിൽ തെച്ചാൽ പിറവത്ത് ഒരാൾ തേക്കില്ലേ എന്നതുപോലെ വൺടയുടെ റദിഫ് ചൊല്ല്, റിദുഫ് പിറവത്ത് തെച്ച ആള് എന്നുള്ള. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിറവത്തിൽ തെച്ച മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ വിളിച്ചിട്ടായിട്ട് ഈ വിഷയം ചൊന്നു കൊടുക്കുക. അപ്പൊ അള്ളാഹു തആല അടിമകളൊട്ടുകു ചെയ്ത അടിമകൾക്ക് തൻ്റെ ഹക്ക്, ഞങ്ങൾക്ക് കിട്ടണായ ഹക്ക്, അള്ളാഹിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടണായ ഹക്ക് അതെന്തിരേ? അത് മനസ്സിലാക്കിയെങ്കിൽ അള്ളാഹു ഞങ്ങളൊട്ട് എത്ര കരുണയുണ്ട്, എത്ര കൃപയുണ്ട്, അള്ളാഹു തആല എത്ര റഹ്മത്ത് ചെയ്യണം ഞങ്ങളൊട്ട് എന്നതൊക്കെ ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് ഹദീസിക്ക് പ്രവേശിക്കാം. കാതോർക്കൽ എല്ലാവർക്കും അള്ളാഹു ഖൈറ് പ്രദാനം ചെയ്യട്ടെ. ചാനലിക്ക് പുതിയ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇന്നത്തെ ഹദീസ് 426. വാൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഖാല, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ചൊല്ലു, കുന്തു റിദ്ഫൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളെ പിറവത്ത് തെച്ചവനായിട്ട് അലാ ഹിമാരിൽ, ഒരു കത്തയുടെ മേൽ. അണ്ട് അങ്ങ് ഉപയോഗമാക്കിയ നിർവാഹനമായിട്ട് കത്ത എന്നുള്ളത്, കുതിര, വണ്ട, കത്ത, ഇതൊക്കെ യാത്രക്ക് ഉപയോഗമാക്കിയെന്ന വാഹനം. അപ്പൊ ഒരു കത്തയുടെ പിറവത്തിൽ എതിർല് നബി തെച്ചിൽ പിറവത്തിന് ആദിച്ചത്. അപ്പൊ നബി തങ്ങൾക്ക് എടുത്ത്, യാ മുആദ്, ഏ മുആദ്, ഹൽ തദ്രി, നിങ്ങൾക്ക് ഗൊന്തുണ്ട, മാ ഹഖുല്ലാഹി അലാ ഇബാദിഹി, അള്ളാഹുക്ക് കിട്ടേണ്ട ഹക്കുകൾ ആറ് കൊടുക്കാനായത്? അടിമകൾ കൊടുക്കേണ്ടത്. അലാ ഇബാദി എന്ന് അവന്റെ അടിമകൾ വീട്ടേണ്ട ഹക്ക് ആർക്ക് കിട്ടേണ്ടത്? അല്ലാഹു കിട്ടേണ്ടത്, കൊടുക്കേണ്ടത് ആറ്? വമ ഹക്കുൽ ഇബാദി, അടിമകൾക്ക് കിട്ടേണ്ട ഹക്ക്, ഞങ്ങൾക്ക് കിട്ടേണ്ട ഹക്ക് അല്ലാഹ്, തരേണ്ടതാറ് അല്ലാഹ്. അല്ലാഹ് ഞങ്ങൾക്ക് തരേണ്ട ഹക്കുകൾ എന്തല്ല? എന്തിനു നിങ്ങൾ കൊന്തുണ്ടാകും? കുൽത്തു, നാ ചെന്ന് അല്ലാഹു റസൂലു ആലം. നബി സ്വഹാബാക്കളെ ഏത് നബി നിങ്ങൾ ഗൊന്തുണ്ടായിട്ട് സ്വഹാബാക്കളെ മറുപടി അങ്ങനെ, അല്ലാഹു വറസൂലുഹു ആലം. ഖാല, അപ്പൊ നബി തങ്ങൾ ചൊല്ല്, ഫഇന്ന ഹഖല്ലാഹ്, അല്ലാഹുടെ ഹക്ക്, അലൽ ഇബാദ്, അടിമകളുടെ മേൽ ചെന്ന് അടിമകൾ അല്ലാഹു വീട്ടേണ്ടത്, അയ്യഅ്ബുദൂഹു, അല്ലാഹു ഇബാദത്ത് എടുക്കണം, അത് അല്ലാഹു ഞങ്ങൾ വീട്ടേണ്ട ഹക്ക്. വലാ യുശ്രികൂ ബിഹി ഷൈഅൻ, അല്ലാഹുവിനെ കൊണ്ട് ഒന്നിനെയും ശിർക്ക് വെക്കുക തീരാം. ഇത് ഞങ്ങൾ അള്ളാഹു വീട്ടേണ്ട ഹക്കുകളായിട്ട്. അപ്പൊ അള്ളാഹു ഇബാദത്ത് എടുക്കണം, അള്ളാഹു അല്ലാത്ത ഒന്നിനെയും പടച്ചവൻ എന്ന് വിശ്വസിക്കുക തീരാം. വഹക്കുൽ ഇബാദി അലല്ലാഹ്, എന്ന അടിമകളായ ഞങ്ങൾക്ക് കിട്ടേണ്ട ഹക്ക് അലല്ലാഹ്, ആറ് തരേണ്ടത്? അള്ളാഹ് തരേണ്ടത്. അല്ലാ യുഅദ്ദിബ, ശിക്ഷിക്കാതിരിക്കലാണ്, മല്ലാ യുശ്രികു ബിഹി ഷൈഅൻ, അള്ളാഹുവിനെ കൊണ്ട് ഒന്നിനെയും ശിർക്ക് വെക്കാത്തങ്ങള അള്ളാഹ് ശിക്ഷിക്കാണ്ടിരിക്കണേ എന്നുള്ളത് അള്ളാഹ് ഞങ്ങൾക്ക് വീട്ടേണ്ട ഹക്ക്. അപ്പൊ ഞങ്ങൾ ഈമാൻ ഒന്ന് ശരിയാക്കി കറക്റ്റാക്കി വെച്ചാൽ കണ്ടെങ്കിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടുകയുള്ള തെറുണ്ടു എന്നായിട്ട്. അപ്പൊ അള്ളാഹുടെ റഹ്മത്തിൽ ആഗ്രഹിപ്പിക്കടേ എന്നായിട്ട് രക്ഷപ്പെടുകയുള്ള തെറുണ്ട്. അപ്പൊ അള്ളാഹുടെ അതായത് ഈ ഈമാന്റെ പവർ അനുസരിച്ചിട്ട് ഈമാനുക്ക് പവർ കൂട്ടുന്ന ഇബാദത്ത് അനുസരിച്ചായിട്ട്, ഇബാദത്ത് അനുസരിച്ച് ഈമാനുക്ക് പവർ കൂട്ടൽ. അപ്പൊ ഞാൻ കേട്ടെ, ഞാൻ ചെന്ന്, യാ റസൂൽ, അല്ലാഹുവിന്റെ റസൂലേ, അഫല ഉബശ്ശിറുന്നാസ്, ജനങ്ങൾക്കൊക്കെ ഈ സന്തോഷം ഞാൻ ചൊല്ലട്ടാൻ, അള്ളാഹുടെ കൊണ്ട് ശിർക്ക് വെച്ചില്ലെങ്കിൽ അള്ളാഹ് നരകത്തിയിടാൻ. അപ്പൊ നബി തങ്ങൾ ചെന്ന്, ലാ തുബശ്ശിറുഹും,
എല്ലാവരോട്ടും പോയിട്ട് ചൊല്ലോണിക്കണം, നീ അത് അങ്ങനെ സന്തോഷമായിരിക്കണം. ഫത്തക്കിലു അപ്പം ഏതായാലും സ്വർഗത്ത് പോകണ്ടല്ലോ, ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വിശ്വാസമുണ്ട്, അത് മെയ് ചൊന്നിട്ടും ഈമാനുണ്ട്, അത് മെയ് ഇബാദത്ത് വേണ്ടാണ്ട് വെച്ച് അങ്ങനെ ഇതാക്കും മുത്തഫഖുനല്ലേ. അപ്പോൾ ഏതായാലും ഈമാൻ ശരിയുണ്ടെങ്കിൽ അവൻ സ്വർഗത്ത് കടക്കല എന്നുള്ളത് ഉറപ്പായിട്ട് നമ്മളൊരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കണം. ഈമാനുണ്ടോ എന്നാൽ സ്വർഗത്ത് കടക്കും. പക്ഷേ എല്ലാം ഒരുപോലെയല്ല. സ്വർഗത്തിൽ ഉന്നത പദവിയിലുള്ളവർ മേലത്തെ പദവിയിൽ കിടക്കുന്നവർ, സിറാത്ത് പാലത്ത് മിന്നൽ പോലെ വിട്ടുകിടക്കണ കഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് എത്ര കിടർ, സിറാത്ത് പാലത്തിൽ നരകത്തേക്ക് പൂണ്ടിട്ട് പിന്നെ സ്വർഗത്ത് എത്ര കിടർ. ഇതൊക്കെ ഈമാനെന്ന ആൾമാർ തന്നെ, പക്ഷേ ദോഷങ്ങളെ കൊണ്ട് ചില ശിക്ഷകൾ അനുഭവിക്കേണ്ടതുണ്ട്. അപ്പം ഇതുകൊണ്ട് ഈമാൻ വേണം എന്നുള്ളത് മസ്റ്റ്. ഈമാൻ എന്നെങ്കിലേ ഒരാൾക്ക് പിന്നെ ഒരാൾക്ക് സഹായിക്കുകയോ അല്ലെങ്കിൽ സ്വർഗത്ത് വിളിച്ചോണുകയോ, ബാപ്പയുടെ മോന് സ്വർഗത്ത് വിളിച്ചോണുക, അല്ലെങ്കിൽ മോന്റെ ബാപ്പക്ക് വിളിച്ചോണുകയോ, നമുക്ക് ഈ ഒരു ഇത് അധികാരം ഞങ്ങൾക്ക് കിട്ടുക ഈമാനിൽ ഞങ്ങൾക്ക് മാത്രമേ. അതായത് ഷഫാത്ത് ചെയ്യുക അവിടെ ആർക്ക് മാത്രം? ഈമാനിന്ന ആൾമാർ. ഈമാനില്ലേ എന്ന് എന്താക്കുമല്ലേ നരകത്തിൽ ശ്വാസോദം തന്നെ ഏറ്റിക്കിട. അപ്പൊ ഈമാൻ നിർബന്ധമായിട്ടിക്കിട. അപ്പൊ ഈമാൻ എന്നത് കൊണ്ടിട്ട് അവൻ സ്വർഗത്ത് എത്ര എന്ന് നബിത്തങ്ങൾ ചെന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങൾ ഈമാൻ ഉണ്ടല്ലേ ഒന്ന് ഇബാദത്ത് വേണ്ടാണ്ട് മുണ്ടാന്തേക്കിലല്ല, ഈമാനുക്ക് പവർ കൂട്ടണമെങ്കിൽ ഇബാദത്ത് കൂടുതൽ ചെയ്യണം. ഇബാദത്ത് എത്ര ചെയ്തോ അതനുസരിച്ചിട്ട് ഈമാനുക്ക് പവർ കൂടിയാണ് വേണ്ടത്. അതനുസരിച്ച് ആഖിറത്തിൽ രക്ഷയുമുണ്ട്, അതനുസരിച്ച് സ്വർഗത്തിൽ പദവിയുമുണ്ട്. എല്ലാവരുടെ പദവിയും സ്ഥാനവും ഒരുപോലെയല്ല. അള്ളാഹു സജ്ജനങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് ഇന്നത്തെ ക്ലാസ്സിൽ കാതു കൊടുക്കാം. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.